ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസയ്യിദത്തു ആമിന റളിയല്ലാഹു അൻഹ അല്ലാഹു എന്ന റഹ്മാനും റഹീമുമായ കാരുണ്യവാൻ പരിശുദ്ധ മക്കയിൽ ജീവിച്ച് അതിവിശുദ്ധയായി ജീവിതം പുലർത്തി ധർമ്മം പരിപാലിച്ച് ഒരു പൊന്നോമന കുഞ്ഞിനെയും പ്രസവിച്ച് ആ ഇടക്ക് തന്നെ മൃത്യു വരിച്ച് പരലോകത്തേക്ക് പറന്നുപോയ ആമിന ബീവി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസവം ഉമ്മയാണ് എന്ന ഒരു നല്ല ആലോചന ഇല്ല എങ്കിൽ പോലും ആമിന ബീവി എന്ത് പിഴച്ചു? എന്തുകൊണ്ടാണ് ശുദ്ധമായ ചിന്തകൾ വരാത്തത്? ആമിന ബീവി എന്ന ആ മക്കയിലെ വഹബിന്റെ പുത്രി അസ്സയ്യിദത്തു ആമിന എന്ന യുവതി റസൂലുള്ളാഹിക്ക് ജന്മം നൽകിയിട്ടില്ല എന്ന് വിചാരിക്കുക. എന്നാൽ അവരെ നരകത്തിലാക്കാൻ എന്ത് വകുപ്പാണുള്ളത് ഖുർആനില് സുന്നത്തില്? ഒന്നുകൂടെ, ആമിന എന്ന ആ വഹബിന്റെ പുത്രി നരകത്തിലാണെന്ന് സങ്കല്പിക്കാനോ ചിന്തിക്കാനോ ആലോചിക്കാനോ എന്ത് ന്യായമാണ് ഖുർആനിലുള്ളത്? കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന സത്യപ്രവാചകൻ നുബുവത്ത് ലഭിക്കുന്നത് പ്രകാശിക്കുന്നത് 40-ാമത്തെ വയസ്സിലാണ്. അതിൻ്റെ 34 വർഷം മുമ്പ് ഇഹലോകവാസം വെടിഞ്ഞ മക്കയിലെ ധർമ്മവധിയായ ഒരു ഉമ്മയാണ് ബീവി ആമിന. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വേണ്ടാത്തത്, ഒരിക്കലെങ്കിലും ഒരു വിഗ്രഹാരാധന അവർ ചെയ്തതായി, ഒരിക്കലെങ്കിലും അവരൊരു ശിർക്ക് പ്രഖ്യാപിച്ചതായി, ഒരിക്കലെങ്കിലും അവര് ഒരരുതായ്മ ജീവിതത്തിൽ കാണിച്ചതായി ഒരു രേഖയും ഈ ഭൂലോകത്തില്ല. അപ്പോൾ പിന്നെ തിരുനബിയുടെ പ്രവാചകത്വ പ്രഖ്യാപനത്തിന്റെ എത്രയോ മുമ്പ്, പതിറ്റാണ്ടുകൾ മുമ്പ് ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയ ഒരു ഉമ്മയാണ്, ഒരു വനിതയാണ് അസ്സയ്യിദത്തു ആമിന ബിൻതു വഹബ് റളിയല്ലാഹു അൻഹ. അവര് നരകത്തിലാണെന്ന് ചിന്തിക്കേണ്ടി വന്നത് ഹതഭാഗ്യം കൊണ്ടല്ലാതെ, ദൗർഭാഗ്യം കൊണ്ടല്ലാതെ, അല്ലാഹു തആല അവന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെട്ടത് കൊണ്ടല്ലാതെ ഒരു കാരണവും ബുദ്ധിപരമായില്ല, ന്യായം കൊണ്ടില്ല, ചരിത്രപരമായില്ല, ആത്മീയമായുമില്ല, ഒരു കാരണവുമില്ല. അപ്പോൾ ഈ ഒരു വേണ്ടാത്ത ചിന്ത ആവശ്യമില്ലാതെ ആരോ പറഞ്ഞു, തലയിൽ കയറ്റി, അത് വെച്ചുകൊണ്ടാണ് പിന്നെ ഈ മീറ്റർ കൊണ്ടാണ് ആമിന ബീവിയുടെ ചരിത്രം, ഇത്തരം ഹദീസുകൾ വ്യാഖ്യാനിക്കാൻ നടക്കുന്നത്. ഓക്കെ, മറ്റൊന്ന്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജന്മം നൽകിയവരാണ് ബീവി അസ്സയ്യിദത്തു ആമിനത്തു റളിയല്ലാഹു അൻഹാ. ഇനി എന്ത് ധർമ്മമാണ് ഒരു സ്ത്രീ എന്ന നിലക്ക് ആമിന ബീവിക്ക് ചെയ്യാനുള്ളത്? ലോകത്തേതെങ്കിലും ഒരു പെണ്ണിന് സാധിച്ച സൗഭാഗ്യമാണോ അത്? എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ വന്നത് എന്താണ്? മാതാവിനോട് കൃപ കാണിക്കുക, മാതാവിനോട് സ്നേഹം ചെയ്യുക. നാളെ പരലോകത്താണല്ലോ ഈ നരകവും സ്വർഗവും ഒക്കെ ഇവരുടെ ഭാഷയിൽ. നരകാഗ്നിയിലേക്ക് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളും പോകുന്നത് ഞാൻ പൊരുത്തപ്പെടുകയില്ല. അള്ളാഹുവിനോട് ഞാൻ ഷഠിച്ചു പറയും, എനിക്ക് പൊരുത്തമാകുന്നത് വരെ എനിക്ക് സമ്മാനങ്ങൾ നൽകുമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ബന്ധപ്പെട്ടവർ ഒരാളെങ്കിലും നരകത്തിലുണ്ടെങ്കിൽ ഞാനത് പൊരുത്തപ്പെടുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അനുയായികളെ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് പരലോകത്തെത്തുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മ 10 മാസം ഗർഭം ചുമന്ന് താലോലിച്ച് വളർത്തി കഷ്ടപ്പെട്ട് ഗർഭം ധരിച്ച്
വേദനയോടെ പ്രസവിച്ച് 6 മാസം വരെ 6 വയസ്സ് വരെ പോറ്റി വളർത്തി ആ ഉമ്മ നാളെ ആളിക്കത്തുന്ന നരകാഗ്നിയിലേക്ക് അങ്ങോട്ട് പോവുക. എന്നിട്ട് ലോകത്തിനു മുഴുവൻ സ്നേഹം നൽകാൻ വന്ന മുഹമ്മദ് എന്ന ആ ഉമ്മയുടെ പ്രിയപ്പെട്ട മകൻ സമാധാനത്തോടെ അതങ്ങനെ നോക്കിയിരിക്കുക. എന്താണ് ഈ പറയുന്നത്? ചിന്തിക്കാൻ കഴിയോ? അല്ലാഹു തആല അവന്റെ റഹ്മത്തിന്റെ മുൻപിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയില്ല എന്നത് ഒന്നാമത്തെ സത്യം. എന്തിന്? ആമിന എന്ന ഒരു സഹോദരിയെ നരകത്തിലിടേണ്ട കാര്യം അള്ളാഹുവിന് എന്താണ്? അല്ലാഹു തആല എന്ന റഹ്മാനെ എങ്ങനെയാണ് ഇവരൊക്കെ മനസ്സിലാക്കി വെച്ചത്? ആ റഹ്മാനായ അള്ളാഹുവിന്റെ അരുമപ്രിയപ്പെട്ട സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താണ് ഇവരുടെയൊക്കെ വിചാരം? എന്താണ് അവരുടെയൊക്കെ ഭാവന അള്ളാഹുവിനെ പറ്റി? വെറുതെ പിടിച്ചിട്ട് ആളുകളെ നരകത്തിലിടാൻ അല്ലാഹു തആല എന്തുമാത്രം നീതി നിഷേധിയാണ്, കാരുണ്യത്തിന് ഇല്ലാത്ത ക്രൂരനാണ്. ആമിന ബീവി നരകത്തിലാണ് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കിയിരിക്കേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? ലോകത്തെ മുഴുവൻ, പ്രത്യേകിച്ച് മാതാക്കൾക്ക്, ഉമ്മമാർക്ക് സ്നേഹം കൊടുക്കൂ എന്ന് പഠിപ്പിക്കാൻ വന്ന ആളാ തിരുനബി. എന്നിട്ട് ആ തിരുനബിയുടെ ഉമ്മ, അല്ലെങ്കിൽ ആ ഉമ്മ ഇസ്ലാമിനെ പറഞ്ഞു കൊടുത്തു, അനുസരിച്ചില്ല. പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് പലവട്ടം പഠിപ്പിച്ചപ്പോഴും അതിനെതിരായി നിഷേധമായി ധിക്കാരം പ്രവർത്തിച്ചു. അങ്ങനെ ഒരു സ്ത്രീ ആയിരുന്നു എന്നൊക്കെ ഊഹിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചിന്തിക്കേണ്ടി വരുമായിരുന്നു. പിന്നെ എവിടെ നിന്ന് വന്നു ഈ ചിന്ത? എങ്ങനെ വന്നു? ഒറ്റ മറുപടിയേ ഉള്ളൂ. ഈ ചിന്ത ഒരാൾക്ക്, അതായത് ബീവി ആമിന റളിയല്ലാഹു അൻഹ നരകത്തിലാണ് എന്നൊക്കെ പറയേണ്ടി വരുന്ന ഒരു ചിന്ത, ചെറിയൊരു സന്ദേഹം, ആ വിഷയത്തിൽ ഒരു ചെറിയ തോന്നൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവന്റെ ഖൽബകത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെക്കുറിച്ചോ ഒരു ചെറിയ കണിക പോലും ഉണ്ടായിട്ടില്ല. അല്ലാഹു തആല സമ്മാനിച്ചിട്ടില്ല. അത്തരക്കാർ അവരുടെ അടയാളം പ്രകാശിപ്പിക്കാൻ വേണ്ടി പറയുന്നു എന്നല്ലാതെ എന്താണ്? സയ്യിദത്തുന ആമിന റളിയല്ലാഹു അൻഹ നരകത്തിലാണ് എന്ന വളരെ വളരെ വൃത്തികെട്ട ചിന്ത, അത് മനസ്സിൽ വെച്ചുകൊണ്ട് വായിക്കുമ്പോഴാണ് ഈ പ്രമാണങ്ങളൊക്കെ തെറ്റായി തന്നെ മനസ്സിലേക്ക് വ്യാഖ്യാനം വരുന്നത്. ഇസ്തഅ്ദൻതു റബ്ബി ഫീ അൻ അസ്തഗ്ഫിറ ലഹ ലിഉമ്മി ഫലം യഅ്ദൻ ലി വസ്തഅ്ദൻതുഹു ഫീ അൻ അസൂറ ഖബ്റഹ ഫഅദിന ലി ഫസൂറു അൽ ഖുബൂറ ഫഇന്നഹാ തുദക്കിറുകും അൽ ഹദീസ്. ഈ നിവേദനം ഇങ്ങനെ തന്നെ ആണെന്ന് വകവെച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും, സ്വീകാര്യമായ നിവേദനമാണെന്ന് സമ്മതിച്ചാൽ പോലും ഇതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ. ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. പണ്ഡിതനായ ഫൈസി ഡോക്ടർ ജമാൽ എന്നവരോട് അനുവാദം ചോദിച്ചു. ഞാനൊന്ന് അവിടെ വന്ന് സന്ദർശിക്കട്ടെ, ഞാനൊന്ന് ബൈഅത്ത് ചെയ്യട്ടെ. മറുപടി വന്നു, ബൈഅത്ത് ചെയ്യാൻ അനുവാദമില്ല, ആവശ്യമില്ല. സന്ദർശിക്കുവാൻ അനുവാദമുണ്ട്, വന്നുകൊള്ളുക. ഇവിടെ എന്താണ് അർത്ഥം? ബൈഅത്ത് നേരത്തെ തന്നെ ഓൾറെഡി ഉള്ള ഒരാളാണ് എങ്കിൽ പിന്നെ ബൈഅത്ത് എന്ന പരിപാടിക്ക് വേണ്ടി ഇവിടെ വരേണ്ട ആവശ്യമില്ല. അത് ഇനി രണ്ടാമത് ആവർത്തിക്കേണ്ടതുമില്ല. സന്ദർശിക്കുക എന്ന മഹാപുണ്യം ഉദ്ദേശിക്കുന്നുവെങ്കിൽ വരാം, അനുവാദമുണ്ട്. ഇങ്ങനെ ഒരു മറുപടി കിട്ടി. പ്രത്യക്ഷത്തിൽ ബൈഅത്തിന് സമ്മതം കിട്ടിയില്ല, സന്ദർശനത്തിന് മാത്രമാണ് സമ്മതം കിട്ടിയത് എന്ന്
തെറ്റായി മനസ്സിലാക്കുന്നതിന് പകരം ബൈഅത്ത് എന്നത് ആദിയിൽ ഒരു നാൾ ഭംഗിയായി കഴിഞ്ഞു പോയ ഒരാൾക്ക് പിന്നെ വീണ്ടും വീണ്ടും ബൈഅത്ത് പ്രസക്തിയില്ല, ആവശ്യവുമില്ല. എന്നാൽ സിയാറത്ത് എപ്പോഴും എപ്പോഴും ആകാം. ഇങ്ങനെ ഒരു അർത്ഥതലം അസ്സയ്യിദത്തു ബീവി ആമിന റളിയല്ലാഹു അൻഹ അവരുടെ ഈ സംഭവത്തിൽ ഇങ്ങനെ അർത്ഥം വെച്ചാൽ എന്താണ്? എൻ്റെ പ്രിയപ്പെട്ട മാതാവ് ഉമ്മക്ക് എല്ലാവർക്കുമൊക്കെ ചെയ്യുന്നത് പോലെ മഗ്ഫിറത്തിന് വേണ്ടി അവർ ചെയ്ത തെറ്റുകുറ്റ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് തേടട്ടെ എന്ന് അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചപ്പോൾ വേണ്ടതില്ല, ആവശ്യവുമില്ല. എന്തുകൊണ്ടെന്നാൽ ബീവി സയ്യിദത്തു ആമിന റളിയല്ലാഹു അൻഹ അങ്ങനെ ഒരു പൊറുപ്പിക്കപ്പെടേണ്ട പാപത്തിനുടമയല്ലല്ലോ, ദോഷം പൊറുക്കേണ്ട ആവശ്യമുള്ളവരല്ലേ ഇസ്തിഗ്ഫാർ അവർക്ക് വേണ്ടി ചെയ്യേണ്ടതുള്ളൂ. ആമിന ബീവിക്ക് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ ഇല്ല, ഉമ്മക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല, അങ്ങനെ ഒരു ആവശ്യവുമില്ല. മറിച്ച് സിയാറത്ത് ചെയ്യുക എന്ന് പറയുന്നത് സന്തോഷത്തിനുള്ളതാണ്, മേന്മക്കുള്ളതാണ്. അത് മതി. ആമിന ബീവിയുടെ അടുത്ത് പോയി അങ്ങ് സിയാറത്ത് ചെയ്താൽ തന്നെ മതിയല്ലോ. മറ്റൊരർത്ഥം, അങ്ങ് സിയാറത്ത് ചെയ്യുന്നത് തന്നെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള ദുആ തന്നെയല്ലേ, മഗ്ഫിറത്തും അതിൽ ഉൾപ്പെടില്ലേ? ആമിന ബീവി എന്ന അങ്ങയുടെ പ്രിയപ്പെട്ട ഉമ്മ ദോഷം പൊറുപ്പിക്കപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന കാത്തിരിക്കുന്നവരല്ലല്ലോ എന്ന സുഭദ്രമായ ഒരു വ്യാഖ്യാനത്തിലേക്ക് നീങ്ങിയാൽ ഈ ഹദീസ് സ്വഹീഹല്ലെന്ന് പറഞ്ഞവർ, ഈ പദപ്രയോഗം ഒരിക്കലും ഇങ്ങനെയല്ല എന്ന് പറഞ്ഞവർ എമ്പാടുമുണ്ട് താനും. അതുകൊണ്ട് നിർത്തിക്കോ, ഇതല്ല നമ്മുടെ ആശയം. അസ്സയ്യിദത്തു ആമിന ബീവി റളിയല്ലാഹു അൻഹ എപ്പോഴും സുഹൃദ പുണ്യവതിയാണ്. ഗർഭം ധരിച്ചവരിൽ വെച്ച്, ഈ ഉലകത്തിൽ വെച്ച് ഏറ്റവും പുണ്യവതി. നമ്മുടെ ഗുരു പറഞ്ഞു, യാ നിഅമ ബത്നിൻ ഖദ് ഹവാക വയാ ലഹു നസബുൻ ലഹു അഹ്ലുസ് സമാ ഖുദ്ദാമു. സയ്യിദത്ത് ആമിന ബീവിയെ കുറിച്ച് ഇത്രയും ഭംഗിയായി മറ്റാരോ പാടിയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. യാ നിഅമ ബത്നിൻ ഖദ് ഹവാക, ഓ പുണ്യപ്രവാചകരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം, പുണ്യനബിയേ, അങ്ങയുടെ ശരീരത്തെ വഹിച്ച ആ വിശുദ്ധമായ ഉദരം എന്തുമാത്രം മഹത്തരം, എന്തുമാത്രം ധന്യം. യാ നിഅമ ബത്നിൻ ഖദ് ഹവാക്, ഓ പുന്നാര നബിയെ, അങ്ങേ ആവാഹിച്ച ആ തിരുവയറ്, ഉദരം, അതിനേക്കാളും വലിയ ഒരു ഉദരം ആർക്കുണ്ട് ലോകത്ത്? അങ്ങേപ്പോലെ ഒരു പൊന്നുമോനെ പ്രസവിക്കാനുള്ള സൗഭാഗ്യം ആർക്ക് ലഭിച്ചു ഒരു ഉമ്മയ്ക്ക്? പിന്നെ വാൽകഷ്ണമായി പറയാനുള്ളത്, ഒരു തെളിവുമില്ലാതെ ഒരു ന്യായവുമില്ലാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഉമ്മ നരകത്തിലാണ് എന്നൊക്കെ നിർഭാഗ്യം കൊണ്ട് വിശ്വസിച്ചു പോവുകയോ മനസ്സിലാക്കി പോവുകയോ ചെയ്ത അധമ വികാരത്തിൽ നിന്നാണ്, ഇതിനേക്കാളും വലിയൊരു അധമ വികാരം ചിന്ത വേറില്ല, അതിൽ നിന്നാണ് ഈ ചോദ്യം ഉത്ഭവിക്കുന്നത്. അങ്ങനെ ഒരു അഡ്വാൻസ് മനസ്സിലാക്കൽ തെറ്റായ രൂപത്തിൽ, ക്രൂരമായ രൂപത്തിൽ മനസ്സിൽ ഹതഭാഗ്യം കൊണ്ട് കയറി കൂടിപ്പോയി തുടക്കത്തിൽ തന്നെ. അപ്പോഴ് പിന്നെ കാണുന്ന നേളുകളെ എല്ലാം വെടിവെക്കാനാണ് തോന്നുക. യാ ഉമ്മ ഖൈരിൽ മുർസലീന വജദ്ദത الزهراء അംതറകിൽ ഹയാഹു ഉതൂനാ.
ഫാത്തിമത്തു സഹ്റാന്റെ പ്രിയപ്പെട്ട മാതാമഹി, മുർസലീങ്ങളിൽ എല്ലാവരുടെയും നായകപ്രഭുവായ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമല്ലാതെ, താലോലമല്ലാതെ, ശുഭപ്രതീക്ഷയല്ലാതെ അസ്സയ്യിദത്തു ആമിന ബീവി റളിയല്ലാഹു അൻഹായെക്കുറിച്ച് എന്തു ചിന്തിക്കാനാണ്? എങ്ങനെയാണ് ആലോചിക്കാൻ പറ്റുക? മറ്റൊരു കാര്യം, ആത്മീയമായി തൗഫീഖുള്ളവരൊക്കെ ചിന്തിച്ചു പോകുന്നത്, ഈ ഉമ്മത്തിലെ എല്ലാ മഹാന്മാരും വിശ്വസിച്ചു പോകുന്നത്, സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലമ അള്ളാഹുവിന്റെ ഹബീബാണ്. അവിടുത്തെ പ്രിയപ്പെട്ട, ജന്മം നൽകിയ പ്രിയപ്പെട്ട ഉമ്മ ആമിനത്തു റളിയല്ലാഹു അൻഹ, അവര് നരകത്തിൽ. തിരിച്ചൊരു ചോദ്യമുണ്ട്, ഇങ്ങനെയൊക്കെ ജൽപ്പനം നടത്തുന്നവനോട്, അല്ലയോ മിസ്റ്റർ, താങ്കളുടെ ഉമ്മ എവിടെയാണ്? നരകത്തിലോ സ്വർഗത്തിലോ? ഉടനെ മറുപടി എന്തായിരിക്കും? എന്റെ ഉമ്മ 60ാമത്തെ വയസ്സിലാണ് മരിച്ചത്. നല്ല നിസ്കാരവും നോമ്പുള്ള ഇസ്ലാമായ ഉമ്മയായിരുന്നു. അവരെന്തായാലും സ്വർഗത്തിലാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നിന്റെ ഉമ്മ സ്വർഗത്തില്, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഉമ്മ നരകത്തില്. ഹോ, കഷ്ടം ഈ ചിന്ത. ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ ഒരു വിശ്വാസിക്ക് എങ്ങനെയാ സാധിക്കുക? മഹബത്തിന്റെ ആലോചന, അള്ളാഹുവിനോടുള്ള റഹ്മത്ത്, കാരുണ്യം, സ്നേഹം, ഈ ചിന്ത വെച്ച് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ, പഠിക്കാൻ. യമനി കവി, ആധ്യാത്മിക ഗുരു സയ്യിദി അബ്ദുൽ ഖാദിർ ഖർദ് ഭംഗിയായി ആവിഷ്കരിച്ചിട്ടുണ്ട് തന്റെ കവിതയിൽ. അല്ലാഹു ശാഅകി അൻ തകൂനി ഫീന ഉമ്മൻ ലിഖൈരിൽ മുർസലീന ഹനൂന. ഖൈറുൽ മുർസലീനായി അള്ളാഹു തെരഞ്ഞെടുത്ത, ഈ അഖില ലോകത്തിന്റെയും നായക പ്രഭുവായി അള്ളാഹു തആല നിയോഗിച്ച ആ മുഹമ്മദ് എന്ന പുണ്യാളനെ പ്രസവിച്ച് വളർത്താൻ ഉമ്മയായി നിങ്ങളെയാണ് അള്ളാഹു ആ ദൗത്യത്തിന് തെരഞ്ഞെടുത്തത്. കോടാനുകോടി ഉമ്മമാർ ഈ ലോകത്തുണ്ടായിട്ട് ഖൈറുൽ മുർസലീനായ തിരുനബിക്ക് പ്രിയപ്പെട്ട ഉമ്മയാകാൻ അള്ളാഹു തെരഞ്ഞെടുത്ത് നിയോഗിച്ച് ഏൽപ്പിച്ച് സൗഭാഗ്യം തന്നത് അസ്സയ്യിദത്തു ആമിന, നിങ്ങൾക്കാണല്ലോ ആ ഭാഗ്യമുണ്ടായത്. ഹൃദയം കൊണ്ട് പാടേണ്ട വരികളാണിതൊക്കെ. ഈ വഴിക്കാണ് ഖുർആനും സുന്നത്തും ഒക്കെ ചിന്തിക്കുന്നവർ ഗമിക്കേണ്ടത്. ഫഖ്താറകിൽ മൗലാ ലിഹംലി അമാനത്തിൻ ഫഖുലിഖ്തി ആമിനതൻ വളഅതി അമീന. ലോക നായകനായ അല്ലാഹു ഫഖ്താറകിൽ മൗലാ, ജഗന്യന്താവായ അല്ലാഹു ലിഹംലി അമാനത്തിൻ, ഒരു വലിയ ഉത്തരവാദിത്തത്തെ വഹിക്കാൻ നിങ്ങളെയായിരുന്നു ആമിന പ്രഭി അസ്സയ്യിദത്തു ആമിന തെരഞ്ഞെടുത്തത്. അള്ളാഹു തെരഞ്ഞെടുക്കുകയാണ്. അവന്റെ ഹബീബ് ഏത് ഗർഭാശയത്തിൽ വളരണം, ആരുടെ പരിരക്ഷണത്തിൽ ജനിക്കണം, അള്ളാഹു ആണ് തെരഞ്ഞെടുത്തത്. ഫഖുലിഖ്തി ആമിനതൻ വളഅതി അമീന. അങ്ങനെയാണ് ആമിന എന്ന പേര് നിയോഗഭാഗ്യമായി ലഭിച്ചതാണ്. നിർഭയ എന്നാണ് ആമിന എന്നാൽ അർത്ഥം. ഒരു ഭയവും ആവശ്യമില്ല. ആമിന എന്ന പേരിൽ അങ്ങ് ബീവി ആമിന റളിയല്ലാഹു അൻഹ സൃഷ്ടിക്കപ്പെട്ടു, ജനിച്ചു, വളർന്നു. വളഅതി അമീന, അൽ അമീൻ എന്ന ലോകൈക വിശ്വസ്ത പ്രഭുവിനെ നിങ്ങൾ ജന്മം നൽകി പ്രസവിച്ചു. അതേ ബീവി സയ്യിദത്തുന ആമിന റളിയല്ലാഹു അൻഹ. എന്തുമാത്രം മഹത്തരം. ലില്ലാഹി അഹ്ശാഉൻ
തവസ്സദ അഹ്മദു ജനബാതിഹാ ഫഹനത് അലൈഹി ജനീന. അഹമ്മദ് എന്ന പുണ്യപ്രവാചകർ തലചായ്ച്ചുറങ്ങിയ, തലയണ വെച്ച് കിടന്ന ആ ഉദരങ്ങൾ, ആ സിരകൾ, ആ ആമിന ബീവിയുടെ വയറകം എന്തുമാത്രം പവിത്രം! തിരുനബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലമ എന്ന ആ കൊച്ചു മുഹമ്മദ്, ഉണ്ണി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അഹമ്മദ് എന്ന പുന്നാര നബിതങ്ങൾ തലവെച്ചു കിടന്നുറങ്ങിയത് എത്ര ദിവസങ്ങൾ, എത്ര മാസങ്ങൾ! നിങ്ങളുടെ ഉദരത്തിലല്ലേ ആമിന ബീവി? കൽബുകൊണ്ട് ഈമാനികമായി ചിന്തിക്കുന്ന ഒരാൾക്ക് ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഇത്തരം ഒരു ദൗത്യ നിർവഹണം എങ്ങനെ വിസ്മരിക്കാൻ കഴിയും? ഇതൊക്കെ പ്രശ്നം എവിടെയാണ്? അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂൽ ആകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ്. റസൂൽ ആയിരുന്നു എന്നാണ് പലരും മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലല്ലോ സത്യം. ഇന്നും അന്നും എന്നും മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂൽ ആകുന്നു എന്നാണ്. അത് കേവലം ഒരു 40 കൊല്ലത്തെ 23 വർഷത്തെ ദൗത്യമല്ലല്ലോ. ലില്ലാഹി അഹ്ശാഉൻ തവസ്സദ അഹ്മദു ജനബാതിഹാ ഫഹനത് അലൈഹി ജനീന. എന്നിട്ട് സയ്യിദി അബ്ദുൽ ഖാദിർ ഖർദ് എന്ന ഭാഗ്യവാൻ ചോദിക്കുകയാണ്, ബുദ്ധിയുള്ള ഖുർആനിക മൗലിക പ്രമാണം ഉൾക്കൊണ്ട എല്ലാവർക്കും ചോദിക്കാനുള്ള ചോദ്യം ഇത് തന്നെയാണ്. ജഹിലൂ മഖാമകി ഹീന ഖാലൂ ഖൗലതൻ വലഖദ് അസാഊ ഫിന്നബിയ്യി ളുനൂനാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഉമ്മ നരകത്തിലാണ് എന്ന ആ ക്രൂരമായ തോന്നിവാസം അതൊക്കെ പറഞ്ഞു പോയ അവർ നബിയെ, അങ്ങയുടെ മഖാമിനെ കുറിച്ച്, അള്ളാഹുവിങ്കലുള്ള അങ്ങയുടെ പദവിയെക്കുറിച്ച് യാതൊരറിവുമില്ലാത്തവരാണ്, പാമരന്മാരാണവര്. എന്താണ് അവർ കരുതി വെച്ചിരിക്കുന്നത്? വലഖദ് അസാഊ ഫിന്നബിയ്യി ളുനൂനാ. ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അവരെന്തൊക്കെയോ ചീത്തയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അതെ, ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന ആ പ്രഖ്യാപിത മുദ്രാവാക്യം മുതൽ എല്ലാം സൂഉൽ വന്നാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സൂഉൽ വന്നാണ്, ചീത്ത വിചാരമാണ്. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സൂഉൽ വന്നാണ്, ചീത്ത വിചാരമാണ്. എങ്ങനെയാണത് സംഭവിക്കുക? യുക്തിന്യായം കൊണ്ട് ഖുർആനികമായി നമുക്ക് ചോദിക്കാം. തർജൂഹു ഉമ്മതുഹു വതൈഅസു ഉമ്മഹു ഹാശാഹു വഹുവ ബിബിർരിഹാ യൂസീനാ. നാളെ മഹ്ശറിൽ നരക സ്വർഗ വിതരണം നടക്കുന്ന പരലോകത്ത് അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട കോടാനുകോടി ജനങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശിക്കുകയാണ്. സയ്യിദന ഇബ്രാഹിം, സയ്യിദന മൂസ, സയ്യിദന നൂഹ്, സയ്യിദന ഈസ അലൈഹിമുസ്സലാം, 100,000 അമ്പിയാക്കൾ എല്ലാവരും റസൂലുള്ളാഹിയുടെ സവിധത്തിൽ വന്ന് താഴ്മയോടെ ശുപാർശക്ക് വേണ്ടി ആശിച്ച് മോഹിച്ച് കീഴടങ്ങി ശഫാഅത്ത് ചോദിക്കുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിമിലൊക്കെ അല്ലേ? തിരുനബിയുടെ മുൻകാല ഉമ്മത്തും പിൽക്കാല ഉമ്മത്തും, പൂർവകാല ഖുലഫാവും പിൽക്കാല ഖുലഫാവും, സത്യവിശ്വാസികൾ ഒന്നടങ്കം തർജൂഹു ഉമ്മത്തുഹു, തിരുനബിയെ ആശിച്ചു കഴിയുകയാണ്. ഇന്നും അന്ന് പ്രത്യേകിച്ചു. വതൈഅസു ഉമ്മഹു, എന്നിട്ടോ ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ നിരാശയാക്കി പോകട്ടെ നരകത്തിലേക്ക്, കിടക്കട്ടെ നരകത്തിൽ. ഹോ, എന്തൊരു ക്രൂരമാണ്! ജീവനുള്ള ഒരു കൽബിന് എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കാൻ കഴിയുക?
വീണ്ടും ചോദിക്കുന്നു, ആമിന ബീവി എന്ത് പിഴച്ചു എന്ന്. ഈ ഹദീസിന്റെ അർത്ഥം, എന്റെ ഉമ്മയ്ക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു, സിയാറത്ത് ചെയ്യാനും ഞാൻ അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു. അപ്പോഴ് പൊറുക്കലിനെ തേടാൻ എനിക്ക് അനുവാദം ലഭിച്ചില്ല, സിയാറത്ത് ചെയ്യുവാൻ എനിക്ക് അള്ളാഹു അനുവാദം നൽകി എന്ന ഈ ഹദീസിലെ പരാമർശം സ്വീകാര്യമാണെന്നും ഈ പദപ്രയോഗങ്ങളൊക്കെ അങ്ങനെ തന്നെ ആണെന്നും വകവെച്ചുകൊണ്ട് അർത്ഥം വെച്ചാലും എന്താണ് ചിന്തിക്കുക? ഒരു കൂട്ടർ മനസ്സിലാക്കുന്നത്, അതെ, പൊറുക്കലിനെ തേടാൻ അനുവാദം കിട്ടാത്തത് കൊണ്ട് നരകത്തിലേക്ക് പോകാനുള്ള ആളാണ്, ഷിർക്കിന്റെയും കുഫറിന്റെയും ധിക്കാര നിഷേധത്തിന്റെയും ആളുകൾ, അവർക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യില്ലല്ലോ. അപ്പോൾ പിന്നെ ആമിന ബീവിക്ക് സമ്മതം കിട്ടാത്ത സ്ഥിതിക്ക് അവര് നരകത്തിലേക്ക് പോകാനുള്ള, അത് പ്രയോഗം പൂർത്തിയാക്കി പറയാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷെ ഇത്തരമൊരു ചോദ്യം വന്നപ്പോൾ മറുപടി പറയണമെന്ന് മാത്രം. എന്നിട്ടോ സിയാറത്ത് പോക്കോ, ആമിന ബീവിയുടെ ഖബറിടം സന്ദർശിച്ചോ, അത് പരലോക ചിന്തക്കൊക്കെ നല്ലതാണ്. സുബ്ഹാനല്ലാഹ്, മരവിച്ചുപോയ കൽബ്, അങ്ങകലെ അബവാ എന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന മൈതാന മരുഭൂമിയിൽ പോകണോ ഒരു ഖബറ് പരലോക വിചാരത്തെ ഉദ്ദീപിപ്പിക്കാൻ സിയാറത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പരലോക വിചാരത്തിന് വേണ്ടിയാണ് ഖബർ സിയാറത്ത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു തആല അനുവാദം കൊടുത്തത്രേ. അബവാ വരെ പോകണോ ഖബർ സിയാറത്ത് നടത്തി പരലോകത്തെ ഓർമ്മിക്കാൻ? എന്തൊരു യുക്തിവാദമാണിത്, യുക്തിരഹിതവാദം. അപ്പോഴ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിയാറത്ത് കൊണ്ടുള്ള ശാരീരിക സാന്നിധ്യം മാത്രം മതി അവർക്ക്. അവരുടെ പേരിൽ കുറെ മഗ്ഫിറത്തിന് വേണ്ടിയുള്ള ദുആവും തഹ്ലീലും തക്രീമും ഒന്നും അവിടെ ആവശ്യമല്ല നബിയെ. അങ്ങയുടെ ഉമ്മയല്ലേ, അവിടുന്ന് സിയാറത്ത് ചെയ്ത് അവരെ പവിത്രവതിയാക്കൂ എന്ന് അർത്ഥം വെച്ചാൽ ഈ പ്രമാണം എത്രമാത്രം ഭംഗിയാകും. എന്നിട്ടോ തർജൂഹു ഉമ്മത്തുഹു വതൈഅസു ഉമ്മഹു, ഉമ്മത്ത് മുഴുവൻ തിരുനബിയെ ആശിക്കുക, എന്നിട്ടോ തിരുനബിയുടെ സ്വന്തം മാതാവിനെ തിരുനബി നിരാശയാക്കി നരകത്തിലേക്ക് തള്ളിവിടുക. ഹാശാഹു ഹാശാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാശാഹു വഹുവ ബിബിർരിഹാ യൂസീനാ. ഒരിക്കലും അങ്ങനെ ഉണ്ടാവുമെന്ന് കരുതാൻ വയ്യ. കാരണം തിരുനബി തങ്ങളുടെ നിയോഗം തന്നെ മാതാവിന് ഗുണം ചെയ്യുവീൻ, പ്രസവിച്ച ഉമ്മയ്ക്കും ജന്മം നൽകിയ ബാപ്പാക്കും ഗുണം ചെയ്യുവീൻ എന്ന് പഠിപ്പിക്കാൻ വസയ്യത്ത് ചെയ്യാൻ വന്ന ആളാണ്. ആ വസയ്യത്ത് ചെയ്ത് ലോകതലത്തിലുള്ള മുഴുവൻ മക്കളോടും ഉമ്മയ്ക്കും ബാപ്പയ്ക്കും സ്നേഹം കൊടുക്കണം, കരുണ കൊടുക്കണം, അവർക്ക് പ്രിയമല്ലാത്തതൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു മഹാഗുരു സ്വന്തം ഉമ്മായെ നരകത്തിലേക്ക് തള്ളിവിടും, അതിലിടപെടുകയില്ല. അള്ളാഹു അങ്ങനെ ചെയ്യും എന്ന് കരുതുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ക്രൂര ചിന്തയാണ്, ക്രൂര വിനോദാണ്. മറ്റ് മതക്കാരായ ആളുകളൊക്കെ ഇല്ലേ ഇവിടെ? സയ്യിദുന ഈസ അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മാതാവ് അസയ്യിദത്തു മറിയം, അവരെ കുറിച്ചൊക്കെ ഹൃദയപൂർവം സ്നേഹിക്കുന്ന നമ്മുടെ സഹോദര സമുദായങ്ങളില്ലേ ഇവിടെ? ഇവിടെയുള്ള പവിത്രവതികളായ ഉമ്മമാര് അനവധിയുണ്ട് ഭാരതത്തിൽ. ഋഷിവര്യന്മാരുടെ, ഗുരുവന്യരുടെ, വലിയ വലിയ മഹാന്മാർക്ക് ജന്മം നൽകിയ ഉമ്മമാര്. ആ ഉമ്മയെ അവഹേളിച്ച് അവഗണിച്ച് പറയാൻ മറ്റേതെങ്കിലും ഒരു മതത്തിലുള്ള വ്യക്തികൾക്ക് കഴിയോ? ഈ മുസ്ലിംകളിൽപ്പെട്ട ക്രൂരന്മാരായ ചിലർക്കല്ലാതെ ഇതിലും വലിയൊരു ക്രൂരത ചിന്താരംഗത്ത് പിന്നെ എന്താണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ. എന്നിട്ട് അതിന് പൊക്കിപ്പിടിക്കുന്ന ഹദീസ് ഏതാണ്? സിയാറത്ത് ചെയ്യാൻ മാത്രം എനിക്ക് അനുവാദം ലഭിച്ചു, മഗ്ഫിറത്തിനു വേണ്ടി തേടാൻ എനിക്ക് അനുവാദം ലഭിച്ചിട്ടില്ല. എന്താ അതിന്റെ അർത്ഥം? അവര് നരകത്തിലേക്ക് പോകാനുള്ളതല്ലേ എന്ന് നിർലജ്ജം പുലമ്പുന്ന
ഒരവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിലെ ഖുർആനും സുന്നത്തും കയ്യിലേന്തുന്നവര് അധപ്പതിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അധികമൊന്നും പറയാനില്ല. സത്യത്തിന്റെ ശരിയായ സന്മാർഗത്തിന്റെ വക്താക്കൾ ആരാണ്, അതിൽ നിന്ന് തെറിച്ചു പോയവര് ആരാണ് എന്ന് നിഷ്പക്ഷമതികളായ ഒരല്പസ്നേഹം, അള്ളാഹുവിനോടുള്ള കാരുണ്യബോധം മനസ്സിലുള്ളവരൊക്കെ തിരിച്ചറിയും. ഖുർആനിന്റെ ശൈലി എന്താണ്? വലസൗഫ യുഅ്തീഹിൽ ഇലാഹു ഫഹൽ തുറ യർളാലി ആമിനത്തിൻ തദൂഖുൽ ഹൂനാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ. നബിയെ, അങ്ങേക്ക് അങ്ങയുടെ നാഥൻ സമ്മാനിക്കും പരലോകത്ത് വെച്ച്. എത്ര? ഏതാണ് അതിന്റെ അളവ്? ഫതർദാ, അങ്ങ് തൃപ്തിപ്പെടുന്നത് വരെ. മതി മതി, എനിക്ക് സന്തോഷമായി, എനിക്ക് തൃപ്തിയായി എന്ന് അള്ളാഹുവിനോട് തിരുനബി തങ്ങൾ സന്തോഷം പറയുന്നത് വരെ തിരുനബിക്ക് അള്ളാഹു തആല സമ്മാനദാനങ്ങൾ കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഫഹൽ തുറ യർളാലി ആമിനത്തിൻ തദൂഖുൽ ഹൂനാ, 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച പ്രിയപ്പെട്ട ഉമ്മ ആമിന ബീവിക്ക് നിന്ദതയുടെയും ക്രൂര വേദനയുടെയും നരകാഗ്നിയിൽ കിടന്ന് പൊരിയാൻ റസൂലുള്ളാഹി തൃപ്തിപ്പെടുമെന്നോ? റസൂലുള്ളാഹിയുടെ മനസ്സ് അങ്ങനെ അതൊക്കെ പൊരുത്തപ്പെടുന്ന രൂപത്തിലായി തീരുമെന്നോ? ഈ ഒരു ചിന്ത ചെറിയൊരു വിഷയമല്ല. അല്ലെങ്കിലും ആമിന ബീവി സ്വർഗത്തിൽ കടക്കുന്ന വിഷയമല്ലല്ലോ മുസ്ലിം ഉമ്മത്തിന്റെ മൗലിക വിഷയം. എന്നിട്ട് ഈ വിഷയം പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ഉമ്മത്തിനെ ഭിന്നിപ്പിക്കുന്നതും ഈ ഉമ്മത്തിലുള്ള ജനങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നതും അനുധാവനം ചെയ്യുന്നതും പുകഴ്ത്തുന്നതും വിമർശിക്കുന്നതും. എത്രത്തോളം ബാലിശമാണിത്! ഒന്നേ പറയാനുള്ളൂ, അല്ലാഹു അഅലമു ഹൈസു യജഅലു ദീനഹു വലഖദ് റളീനാ ദീന ഇബ്നികി ദീനാ. അള്ളാഹുവിനറിയാം അവന്റെ ദൗത്യം, അവന്റെ ദീന് എവിടെ വെക്കണമെന്ന്. അത് റസൂലുള്ളാഹിയുടെ ഖൽബിലേക്ക് അള്ളാഹു വെച്ചപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജന്മം നൽകാൻ, ഗർഭം ധരിക്കാൻ, പ്രസവിക്കാൻ, പോറ്റി വളർത്താൻ ആരെ തെരഞ്ഞെടുക്കണമെന്ന് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ബീവി ആമിന വലഖദ് റളീനാ ദീന ഇബ്നികി ദീന, നിങ്ങളുടെ പ്രിയപ്പെട്ട മോൻ അവരുടെ ദീനിനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ദീനായി പൊരുത്തപ്പെട്ടത്. അതുകൊണ്ട് ആമിന ബീവി, നിങ്ങളുടെ മോനാണ് ഞങ്ങൾക്ക് ദീൻ പകർന്നത്. ഞങ്ങളുടെ ധർമ്മം, ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ആദർശം ഞങ്ങൾക്ക് ചൊരിഞ്ഞു തന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട മോനല്ലയോ ആമിന ബീവി? അത് ഞങ്ങൾ അംഗീകരിക്കുന്നു, അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ഇൻകാന അഷ്റഫു ബുഖഅത്തിൻ തിൽകല്ലതി അദ്ഹാ ബിഹാ ഖൈറുൽ അനാമി ദഫീന ഫലികൗനിഹാ ലമ്മത് ജനാബൽ മുസ്തഫ ലാകിൻ ബിബത്നികി കവ്വനത് തക്വീന. ബുദ്ധിപരമായ മറ്റൊരു ന്യായവും കൂടി ഉന്നയിക്കുകയാണ് ഇവിടെ കവി അബ്ദുൽ ഖാദിർ ഹർദ് ഭാഗ്യവാൻ റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി ആമീൻ. അതെന്താണ്? ഈ ഉലകത്തിൽ വെച്ച് ഭൂപ്രദേശത്തിൽ ഏറ്റവും മഹത്വമാർന്ന മണ്ണ്, ഭൂമി, സ്ഥാനം എവിടെയാണ്? മുസ്ലിം ഉമ്മത്തിന്റെ വിവരമുള്ള പണ്ഡിത ലോകത്തിന്റെ ഏകോപിച്ച അഭിപ്രായമാണ് ലമ്മത്ത് ജനാബൽ മുസ്തഫ, മുസ്തഫായ റസൂലുള്ളാഹിയുടെ തിരുദേഹം അടക്കം ചെയ്യപ്പെട്ട സ്ഥാനമാണ് ഈ ഉലകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം. ഭൂമിയിൽ എന്നല്ല, ഈ ഉലകത്തിൽ വെച്ച് ഏറ്റവും മഹത്വപൂർണമായ സ്ഥലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹമടക്കം ചെയ്യപ്പെട്ട റൗളത്തുൽ മുതഹറ, മദീന മുനവ്വറയിലെ റൗള ഷരീഫ്. കഅബയേക്കാളും അർശിനേക്കാളും കുർസിനേക്കാളും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹം അടക്കം ചെയ്യപ്പെട്ട ആ പുണ്യപ്രദേശം, ആ പുണ്യസ്ഥാനം, ഇത് മുസ്ലിം ഉമ്മത്തിന്റെ ഏകോപിച്ച അഭിപ്രായമാണ്.
എങ്കിൽ പിന്നെ ഇതാണ് സ്ഥിതി എങ്കിൽ ഫലികൗനിഹാ ലമ്മത് ജനാബൽ മുസ്തഫ ലാകിൻ ബിബത്നികി കവനത് തക്വീന. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ആ ചെറുപ്രായത്തിലെ വളർച്ചയുടെ തുടക്കത്തിൽ 8-9-10 മാസം നിങ്ങളുടെ വയറ്റിലല്ലേ ആ മുഹമ്മദ് എന്ന പുണ്യപ്രവാചകർ രൂപം കൊണ്ടതും വളർന്നു വലുതായതും. അവിടുത്തെ തിരുകരങ്ങളും തിരുമുഖവും തിരുകാലുകളും തിരു അവയവങ്ങളും രൂപം കൊണ്ടതുമൊക്കെ നിങ്ങൾ നൽകിയ പോഷകമല്ലേ ആ പുണ്യ മുഹമ്മദ് എന്നവർ നിങ്ങളുടെ ഗർഭാശയത്തിലിരുന്ന് അനുഭവിച്ചതും ആസ്വദിച്ചതും. എങ്കിൽ പിന്നെ ആ ഉദരങ്ങൾ എന്തുമാത്രം മഹത്തരമാകാതിരിക്കും? ആർക്കാണ് അതിൽ സംശയിക്കാൻ കഴിയുക? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥമായി കാണാൻ കഴിയുന്നവർക്കൊന്നും ഇത്തരം വികല ചിന്തകൾ ഉമ്മാനും ബാപ്പാനും നരകത്തിലാക്കാനുള്ള തിടുക്കം ഏത് പ്രമാണം വായിച്ചാലും ഉണ്ടാവില്ല. ആ പ്രമാണം ഏതുമാത്രം വലിയ ഗ്രന്ഥങ്ങൾ ഉയർത്തി കാണിക്കുന്നുവെങ്കിലും അതിൻ്റെ അർത്ഥം തെറ്റിയതാണ്, വ്യാഖ്യാനം മനസ്സിലാകാതെ പോയതാണ് എന്നുള്ള സദ്ചിന്തയിലേക്ക് യഥാർത്ഥ സത്യവിശ്വാസി ഉയരും. ഒന്നേ പറയാനുള്ളൂ, യാ നിഅമ ബത്നിൻ ഖദ് ഹവാക വയാ ലഹു നസബുൻ ലഹു അഹ്ലുസ് സമാ ഖുദ്ദാമു. നമ്മുടെ അഭിവന്യരായ ഗുരുഭൂതർ പറഞ്ഞു, ഇതിലും വലിയൊരു വാക്ക് ഇനി പറയാനില്ല ഈ വിഷയത്തിൽ. യാ നിഅമ ബത്നിൻ ഖദ് ഹവാക്. പ്രവാചക പ്രഭോ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേ ഉദരത്തിൽ വഹിച്ച ആ തിരുവയറിനേക്കാൾ ബത്തുനിനേക്കാൾ ശ്രേഷ്ഠമായ മഹത്വമായ ഒരു വയറ്, ആ വയറ് ഉൾക്കൊള്ളുന്ന ഒരു തിരുശരീരം, അതെ അതിനേക്കാളും ഉത്തമമായ ഉത്കൃഷ്ടമായ ഒന്ന് ലോകത്ത് മറ്റാർക്ക് എവിടെ പറയാനുണ്ട്? ആമിന ബീവിയുടെ ആ മഹത്വത്തെ അരവരിയിലൂടെ പ്രകാശിപ്പിച്ച ഗുരുനാഥന്റെ വരികളുടെ മുമ്പിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഈ ചോദ്യത്തിന് മറുപടി ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ഒരു വേള സന്തോഷിക്കുന്നു. എന്നാൽ ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ കാര്യത്തിൽ സഹതാപം മാത്രമേ ഉള്ളൂ. ഹബീബായ സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ അള്ളാഹുവിൻ്റെ ഹബീബാണ്. അള്ളാഹു ആണെങ്കിലോ ലോകൈക യജമാനനുമാണ്. ഈ തിരിച്ചറിവ് കിട്ടിയവർക്കൊന്നും അപകടകരമായ ചിന്തയിലേക്ക് പോകാൻ കഴിയില്ല. അള്ളാഹു കാവൽ നൽകട്ടെ. ശരണം അള്ളാഹുവേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ മഹബത്തിൽ ഞങ്ങളുടെ ആലോചനയും ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ ജീവിതവും നീ പൂർണ്ണ രീതിയിൽ ഉയർത്തിത്തരേണമേ, വളർത്തിത്തരേണമേ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.